പുഞ്ചക്കൊയ്ത്തിന് ആവശ്യമായ കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തിയില്ലെന്ന വിവരം. കോട്ടയം ജില്ലയിൽ 200 കൊയ്ത്ത് യന്ത്രങ്ങൾ ആവശ്യമായ സ്ഥാനത്ത് 50 എണ്ണമേ ലഭിക്കുന്നുള്ളൂവെന്നാണ് വിവരം. ജില്ലയിൽ 12,000 ഹെക്ടറിലെ വിളവെടുപ്പാണ് പൂർത്തിയാക്കാനുള്ളത്. കർഷക സ്വപ്നങ്ങൾക്ക് മേൽ കൊയ്ത്തന്ത്രക്ഷാമം കരിനിഴൽ വീഴ്ത്തുമോ എന്ന ആശങ്കയിലാണ് കോട്ടയം ജില്ലയിലെ നെൽകർഷകർ. ജില്ലയിലെ കുമരകത്തടക്കം പുഞ്ചവിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇനിയുള്ള പാടശേഖരങ്ങളിലെ വിളവെടുപ്പിന് ആവശ്യമായ യന്ത്രങ്ങൾ എത്തില്ലെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് കൊയ്ത്തന്ത്രങ്ങൾ എത്താറുള്ളത്. ഇവിടെ നിന്ന് കൊയ്ത്തന്ത്രങ്ങൾ ഇനി കൂടുതൽ എത്താനുള്ള സാധ്യതയില്ല. കോട്ടയം ജില്ലയിൽ 12,000 ഹെക്ടർ നിലത്തെ വിളവെടുപ്പാണ് ഇനി നടക്കാനുള്ളത്. ഇതിന് 200 കൊയ്ത്തന്ത്രമാണ് വേണ്ടിവരുന്നത്. കോട്ടയം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വകാര്യ മേഖലയിലെ 75 കൊയ്ത്തന്ത്രങ്ങൾ ഇവിടെ വിളവെടുപ്പിനെത്തും. തമിഴ്നാട്ടിൽ നിന്നും കൂടി വന്നാൽ 50 യന്ത്രങ്ങൾ വരെ എത്തിക്കാൻ ഇനി സാധിക്കുള്ളൂ. പുഞ്ചക്കൊയ്ത്തിന് തമിഴ്നാട്ടിൽ നിന്നും 150-ലേറെ കൊയ്ത്തന്ത്രം എത്തുന്ന സ്ഥാനത്താണ് 50 എണ്ണമായി കുറയുന്നത്. തമിഴ്നാട്ടിലെ യന്ത്രങ്ങളിലേറെയും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക എന്നിവിടങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വാടക അവിടെ കിട്ടുമെന്നതിനാലാണ് അവിടേക്ക് പോകുന്നത്. 75 കൊയ്ത്തന്ത്രങ്ങളുടെ ക്ഷാമം പുഞ്ചക്കൊയ്ത്തിനുണ്ടാകുമെന്നാണ് ഏകദേശ കണക്ക്. ജില്ലാ പഞ്ചായത്തിന്റെയും കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെയും കീഴിലുള്ള കൊയ്ത്തന്ത്രം കൊണ്ട് ക്ഷാമത്തെ മറികടക്കാൻ കഴിയുമായിരുന്നെങ്കിലും 2 സ്ഥലത്തെ ഈ യന്ത്രങ്ങളിൽ ഭൂരിഭാഗവും പ്രവർത്തനക്ഷമമല്ല. കെയ്ഗോയുടെ കീഴിലുള്ള യന്ത്രങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 2 സ്ഥാപനങ്ങളിലെയും പ്രവർത്തനക്ഷമമായ യന്ത്രങ്ങൾ എത്തിച്ച് കൊയ്ത്ത് നടത്താൻ നൂലാമാലകൾ ഏറെയാണെന്ന് കർഷകർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് യന്ത്രം എത്തിക്കാൻ കർഷകർക്കും താൽപര്യം തീരെയില്ല. കൊയ്ത്തന്ത്രത്തിന് ക്ഷാമം നേരിടുകയും വേനൽമഴ എത്തുകയും ചെയ്യുന്നതോടെ കർഷകർക്ക് വൻ നഷ്ടമാകും ഉണ്ടാകുക. നെല്ല് യഥാസമയം കൊയ്തെടുക്കാൻ കഴിയാതെ പാടത്ത് കിടന്ന് നശിക്കുന്ന സ്ഥിതിയും ഉണ്ടാകും. വിഷയത്തിൽ ജില്ലാ ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.